മഹാശിവരാത്രിയിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ്. കുംഭമാസത്തിലെ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവരാത്രി ആഘോഷ ചടങ്ങുകൾക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ തുടക്കമായിട്ടുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം കോഴിക്കോടേക്കാണ്. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ശിവരാത്രി ദിനത്തിൽ തളിയിലേക്ക് ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിവരങ്ങൾ. നിഖിൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തളി മഹാദേവ ക്ഷേത്രത്തിലാണ്. പ്രത്യേകിച്ച് ഇന്ന് ശിവരാത്രി ദിനത്തിൽ വലിയ ഭക്തജന തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 5 മണി മുതൽ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ശിവരാത്രി ദിനത്തിൽ തന്നെ ഭക്തർക്ക് ഈ തളി മഹാദേവ ക്ഷേത്രത്തിലെത്തി ദേവനെ കണ്ട് കൂവളമാല ചാർത്തുക എന്നത് ഏതൊരു ഭക്തനെ സംബന്ധിച്ചും അതൊരു ഇന്നത്തെ ശിവരാത്രി ദിനത്തിൽ അത് ഒരു ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുതൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നത്. മാത്രമല്ല, വലിയ ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും മറ്റ് ചടങ്ങുകളും ഒക്കെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. മഹാശിവരാത്രി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുംഭമാസത്തിലെ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. കോഴിക്കോട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. വിവിധ ക്ഷേത്രങ്ങളിലായി രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പുലർച്ചെ 5 മണി മുതൽ തന്നെ പുലർച്ചെ 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് തന്നെ ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. ശിവരാത്രി ദിനത്തിൽ മഹാദേവനെ കണ്ട് തൊഴുന്നതിന് വേണ്ടി നിരവധി ഭക്തരാണ് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുംഭമാസത്തിൻ്റെ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവരാത്രി ആഘോഷ ചടങ്ങുകൾ വിവിധ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും അനഘ ഹർഷൻ തുടരുന്നുണ്ട്. അനഘ, കോഴിക്കോട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്ന്. പുലർച്ചെ അനഘ നേരത്തെ പറഞ്ഞതുപോലെ പുലർച്ചെ 5 മണി മുതൽ തന്നെ അവിടേക്ക് ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം ഉണ്ട് ഭക്തരുടെ തിരക്ക്? നിഖിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ വലിയ തിരക്കാണ് ഈ അമ്പലത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത്. വലിയൊരു ഭക്തരുടെ ഒഴുക്ക് തന്നെ അമ്പലത്തിൽ ഈ സമയം ഇപ്പോഴും ഉണ്ട്. കാരണം കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാദേവ ക്ഷേത്രം കൂടിയാണ് ഈ തളി മഹാദേവ ക്ഷേത്രം. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇങ്ങനെ രാവിലെ മുതൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിരവധി വിശേഷാൽ പൂജകളും മറ്റ് ശിവരാത്രിയോടനുബന്ധിച്ച് നിരവധി പരിപാടികളും ഒക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ശിവരാത്രിയോടനുബന്ധിച്ച് എന്തൊക്കെയാണ് നമുക്ക് അമ്പലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് മുതൽ വളരെ തിരക്കാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കോഴിക്കോടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് തളി മഹാക്ഷേത്രം. വളരെ പുരാതനമായ ഒരു ക്ഷേത്രം കൂടിയാണ്. ഇന്ന് ശിവരാത്രി പ്രമാണിച്ച് ഭഗവാന് 108 കൂടം അഭിഷേകമുണ്ട്. രാവിലെ തന്നെ പഞ്ചവാദ്യമുണ്ട്. അതോടൊപ്പം തന്നെ വൈകുന്നേരം പഞ്ചദ്രവ്യ അഭിഷേകമുണ്ട് ഭഗവാന്. അങ്ങനെ വിശേഷാൽ ആഘോഷങ്ങളായിട്ട് താന്ത്രിക കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ തന്ത്രി എന്ന് പറയുന്നത് ചേന ശങ്കരനാരായണ നമ്പൂരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. ഇത് സാമൂരാജാവിൻ്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. രാത്രി ഉറക്കൊഴിക്കലൊരു പരിപാടിയുണ്ട് ഇഷ ഫൗണ്ടേഷൻ്റെ. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് പരിപാടി. അതേമാതിരി പുറത്ത് വേറെ മെഗാ കോൽക്കളി അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിനകത്തും താന്ത്രികപരമായ കാര്യങ്ങൾ നടന്നു വരുന്നു. വിശേഷാൽ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്. 108 കുടം അഭിഷേകം ഭഗവാൻ ഇന്ന് രാവിലെ ഉച്ചപൂജയോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതുമാതിരി തന്നെ വൈകുന്നേരം പഞ്ചദ്രവ്യ അഭിഷേകം രാത്രി ഒരു 8 മണിക്ക്. 7 മണിക്ക് ട്രിപ്പിൾ തായമ്പകയാണ്. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളും ചേർന്നും കൊണ്ടുള്ള ട്രിപ്പിൾ തായമ്പകയുണ്ട്.
നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ശിവരാത്രിയോടനുബന്ധിച്ച് രാത്രി നിരവധി പരിപാടികളാണ് അമ്പലത്തിൽ ഉള്ളത്. ഇന്നലെ മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. ഇന്ന് മെഗാ കോൽക്കളി ഉണ്ട്. രാത്രി 6 മണി മുതൽ പുലർച്ചെ ആ സമയം വരെ ഈ കോൽക്കളി ഉണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് വലിയ തിരക്ക്, അമ്പലത്തിലേക്ക് ആളുകൾക്ക് തൊഴാനുള്ളൊരു തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇന്നൊരു ശിവരാത്രി ദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ തളി ക്ഷേത്രത്തിലെത്തി ദേവന് കൂവളമാല ചാർത്തി ഈ ശിവരാത്രി വ്രതം ആരംഭിക്കുക എന്നത് ഏതൊരു ഭക്തനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോൾ ഒരു ഭക്തൻ ചേരുന്നുണ്ട്. വ്രതം എടുത്തിട്ടുണ്ടോ? വ്രതമാണ്. 7 ദിവസം പരിപാടിയുണ്ട് അവിടെ. 7 ദിവസം കൊടിയേറിയിട്ടുള്ള പരിപാടിയാണ്. ഇന്ന് പുലർച്ചെ വരെ പരിപാടിയാണ്. പാണ്ഡ്യമേളം, ഇത് കഴിഞ്ഞ വാദ്യ സംഗീതം എല്ലാം കയറ്റും. ഈ ഭക്തരും പറയുന്നത് ആ ക്ഷേത്രത്തിൽ നിരവധി പരിപാടികളുണ്ട് എന്ന് തന്നെയാണ്. നിഖിൽ. ശരി അനഘ, എന്തായാലും കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നായ തളി മഹാദേവ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരുടെ വലിയൊരു തിരക്ക് തന്നെ തുടരുന്നുണ്ട്. അവിടെ ശിവരാത്രിയോടനുബന്ധിച്ച് നിരവധി പരിപാടികളും നടക്കുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. ഇന്നലെ മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. ഇന്ന് മട്ടന്നൂരിൻ്റെ നേതൃത്വത്തിലുള്ള തായമ്പക, ഒപ്പം തന്നെ മെഗാ കോൽക്കളി അടക്കമുള്ള പരിപാടികൾ, ഒപ്പം തന്നെ ആചാരപരമായ ചടങ്ങുകളടക്കം തളി മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അവിടെ നിന്നും അനഘ ഹർഷൻ.